നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ നടന്ന അതിക്രൂരമായ കൊലപാതകം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. വിശാഖ് എന്ന യുവാവിനെയാണ് അയൽവാസിയായ പ്രദീപ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകം നടന്നത്. കൈതമുക്കിന് സമീപത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ നാടിനെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ കൊടും ക്രൂര കൊലപാതകം നടന്നത്. സംഭവത്തിന് ശേഷം അക്രമി സംഘം സഞ്ചരിച്ച കാർ പുലേനാർ കോട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. വാഹനത്തിനുള്ളിൽ നിന്ന് രക്തക്കറ പുരണ്ട വെട്ടുകത്തികളും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെത്തി. സ്വന്തം മകനെ റോഡിലിട്ട് ഒരുത്തൻ വെട്ടിക്കൊല്ലുന്നത് കണ്ട് ഓടിയെത്തുകയായിരുന്നു അമ്മ. വിശാഖിനെ വെട്ടിവീഴ്ത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയതും അമ്മ ശൈലയാണ് ഓടി വന്നത്. മകൻ വെട്ടേറ്റ് കിടക്കുന്നത് കണ്ട് മാതാവ് അലറിക്കരഞ്ഞു. പക്ഷെ ആരും സഹായത്തിനായി എത്തിയില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വെള്ളം വേണമെന്നാണ് വിശാഖ് അവസാനമായി അമ്മയോട് ചോദിച്ചത്. വെള്ളമെടുത്ത് മാതാവ് എത്തിയപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. 3 വെട്ടുകത്തികൾ കൊണ്ട് വെട്ടി വീഴ്ത്തി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതേസമയം പോലീസിനെതിരെ ആരോപണവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്താണ് പോലീസിനെതിരെ കുടുംബം ആരോപിക്കുന്നതെന്ന് നോക്കാം. വിശാഖിനെ അപായപ്പെടുത്താൻ കാപ്പ കേസ് പ്രതിയായ പ്രദീപ് ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖിന്റെ അമ്മ വഞ്ചിയൂർ പോലീസിലും മാർച്ച് മാസത്തിൽ പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിരുന്നതാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് തന്നെ കുടുംബം ആരോപിക്കുന്നുണ്ട്. പ്രദീപ് കാപ്പ കേസിലെ പ്രതിയാണെന്നും മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. താൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ മാരകായുധങ്ങളുമായി വിശാഖിനെ കൊല്ലുമെന്ന് പ്രദീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുടുംബം പറയുന്നു. പോലീസ് സംരക്ഷണം നൽകണമെന്ന ആവശ്യമൊക്കെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. വഞ്ചിയൂർ പോലീസ് പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നൊരു പ്രധാന ആരോപണം പോലീസിനെതിരെ ഇപ്പോൾ കുടുംബം ഉയർത്തുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല, അതുകൊണ്ട് ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖിന്റെ അമ്മ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏപ്രിലിൽ ഹർജി നൽകി. ഇരു കുടുംബങ്ങളും തമ്മിൽ വർഷങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ തർക്കങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അതേസമയം കൊല്ലപ്പെട്ട വിശാഖും പ്രതിയായ പ്രദീപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസിന്റെ വാദം. 4 പ്രതികളാണ് സംഭവത്തിലുള്ളത്. 4 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിർത്തി തർക്കം നിസാരം കേവലം ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിലുണ്ടായ മാസങ്ങളോളം നീണ്ടുനിന്ന വലിയൊരു തർക്കമാണ് ഒടുവിൽ ഒരാളുടെ കൊലയിലേക്ക്, ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. അയൽവാസിയും സുഹൃത്തുമായ ചമ്പക്കട സ്വദേശി പ്രദീപാണ് കേസിലെ മുഖ്യ പ്രതി. പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഈ കൊല്ലപ്പെട്ട വിശാഖ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടും കുത്തുമൊക്കെ ആയിരുന്നു. എന്തായാലും ഒരിക്കൽ വിശാഖ് പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പകയിലാണ് വിശാഖിനെ പ്രദീപ് കഴിഞ്ഞ ദിവസം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വഴിത്തർക്കമാണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം. വഴിത്തർക്കമുണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിലുള്ള പലയിടങ്ങളിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വഴിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ. പലപ്പോഴും അത് വലിയ രീതിയിലുള്ള കൊലപാതകത്തിലേക്കൊക്കെ നയിക്കപ്പെടാറുണ്ട്. എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു, ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. അതായത് വഴിത്തർക്കം, വഴിയുടെ പേരിലുള്ള തർക്കം, പിന്നെ അതൊരു കൊലപാതകത്തിലേക്ക്, ചിലപ്പോൾ കയ്യാങ്കളിയിലേക്കൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. വഴിത്തർക്കത്തെ തുടർന്ന് കാലങ്ങളായി ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഡിസംബറിൽ വിശാഖ് പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഈ കേസിൽ റിമാൻഡിലായിരുന്നു വിശാഖ്. അടുത്തിടെയാണ് വിശാഖ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വഞ്ചിയൂർ പാസ്പോർട്ട് ഓഫീസിന് സമീപത്തുള്ള ചമ്പക്കടയിലുള്ള വിശാഖിന്റെ വീടിന് മുന്നിലെ റോഡിൽ വെച്ചായിരുന്നു കൊലപാതകം. കൈക്കും കാലിനും വയറിനും പലതവണ വെട്ടേറ്റ് വീണു വിശാഖ്. പക്ഷെ നാട്ടുകാരും വിശാഖിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നതടക്കമുള്ള ഒരു ആരോപണവും കൂടി നിലവിൽ ശക്തമാവുന്നുണ്ട്. പോലീസും ആംബുലൻസും എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും വിശാഖ് മരിച്ചിരുന്നു. KL 27H9286 എന്ന നമ്പറുള്ള കാറിലാണ് പ്രദീപ് എത്തിയത്. ആയുധങ്ങളുമായി 3 പേർ കൂടി ഒപ്പമുണ്ടായിരുന്നു. കൃത്യത്തിന് ശേഷം ഇവർ കാറിൽ രക്ഷപ്പെട്ടു. ഇവർ സഞ്ചരിച്ച വാഹനം പുലേനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ഒരു നാട് ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ്. പോലീസും നാട്ടുകാരും ഉറ്റവരും ഒക്കെ വളരെയധികം നടുക്കത്തിലാണ്. ഈ അതിർത്തി തർക്കം നേരത്തെ പരിഹരിക്കാമായിരുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിർത്തി തർക്കം പലരും ഇടപെട്ട് തീർക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എപ്പോഴും ഇതിന്മേലൊരു പ്രശ്നങ്ങളായിരുന്നു. ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരിച്ചിറങ്ങിയ വിശാഖ് മലയൻകീഴിലാണ് കുറച്ചുനാൾ താമസിച്ചിരുന്നത്. ഇടയ്ക്ക് മാത്രം വീട്ടിൽ വന്നു പോയിരുന്ന വിശാഖിനെ ആരും അധികം കണ്ടിരുന്നില്ല. എന്നാൽ 2 ദിവസം മുൻപ് വിശാഖ് പ്രദീപിന്റെ വാഹനം തകർത്തു. ഇതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ കാരണമായത്. കൊല്ലപ്പെട്ട വിശാഖിന്റെ ജോലി തുണികൾ വീടുകളിൽ നിന്ന് വാങ്ങി കഴുകി തിരികെ നൽകുന്ന ജോലിയായിരുന്നു. ഇതിനായി കട തുടങ്ങിയിരുന്നു. പക്ഷെ 2 വർഷം മുമ്പ് വിശാഖിന്റെ കട പൂട്ടിപ്പോയി.
എന്തായാലും ഈ കൊലപാതകം, കഴിഞ്ഞ ദിവസത്തെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. സാഹചര്യ തെളിവുകളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ 2013 റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് പ്രദീപ്. 2009 പ്രദീപിനെതിരെ വഞ്ചൂർ പോലീസിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. വധഭീഷണി, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയാണ് പ്രദീപിന് നേരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ. വധശ്രമം, ആയുധം കൊണ്ട് ആക്രമണം, നരഹത്യാശ്രമം തുടങ്ങിയ 8 ഗുരുതര കുറ്റകൃത്യ കേസുകളിൽ പ്രതിയാണ് പ്രദീപ്. വഞ്ചൂർ, ഫോർട്ട്, പേട്ട സ്റ്റേഷനിലാണ് പ്രദീപിനെതിരെ കേസുകളുള്ളത്. 2013 ശേഷം പ്രദീപിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇയാൾ പിന്നീട് ഡ്രൈവിംഗ്, വാഹനം വാടകയ്ക്ക് നൽകുക തുടങ്ങിയ മേഖലകളിലേക്ക് തിരിഞ്ഞിരുന്നു. തുടർന്നാണ് 2024 പ്രദീപിനെ വിശാഖ് ആക്രമിക്കുന്നത്. ആക്രമിച്ച ശേഷം തനിക്ക് പ്രദീപിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖ് കോടതിയിൽ പോലീസ് സുരക്ഷയും ആവശ്യപ്പെട്ടിരുന്നു. ഇരുവരും BJP പ്രവർത്തകരായിരുന്നു. പക്ഷേ കൊലപാതകത്തിന് പിന്നിൽ യാതൊരുവിധ രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. വ്യക്തി വൈരാഗ്യമാണ് കൊടും ക്രൂരതയ്ക്ക് കാരണം എന്ന് തന്നെയാണ് അയൽവാസികളും പിന്നെ പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു വിശാഖിനെ പ്രദീപ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇന്നലെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തില്ല, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് കൈതമുക്കിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു വിശാഖ്. ഈ സമയം വഴിയിൽ പതിയിരുന്ന പ്രദീപും കൂടെ ഉണ്ടായിരുന്ന 3 അംഗ സംഘവും ചേർന്ന് വിശാഖിനെ തടഞ്ഞു നിർത്തി വാളുകൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മകന് വെട്ടേറ്റ വിവരം അറിഞ്ഞ് അമ്മ ഓടിയെത്തുമ്പോൾ വിശാഖ് റോഡിൽ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം മകൻ കൺമുന്നിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. അമ്മ, എനിക്ക് വെള്ളം വേണമെന്ന് വേദനയോടെ വിശാഖ് ആ അമ്മയോട് പറയുകയായിരുന്നു. എന്തായാലും പ്രദേശവാസികളൊക്കെ അത് വല്ലാത്തൊരു ഭീകര ദൃശ്യമായിട്ട് അവരത് ഓർത്തെടുക്കുകയാണ്. അമ്മ ഓടിച്ചെന്ന് വെള്ളം നൽകിയ ശേഷം മകനെ എണീപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ട് എണീപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഒരു ഷീറ്റ് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് അമ്മയെ മാറ്റിയ ശേഷമാണ് വിശാഖിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ആശുപത്രിയിലേക്ക് വഴിമധ്യയാണ് വിശാഖ് മരിച്ചത്. കൃത്യം നടത്തിയ ശേഷം കടന്നു കളഞ്ഞ പ്രദീപിനും സംഘത്തിനുമായി വഞ്ചൂർ പോലീസ് വൈകുന്നേരം മുതൽ തന്നെ, ഉച്ചയ്ക്ക് മുതൽ, അതായത് ഈ സംഭവം നടക്കുന്ന ഉച്ചയ്ക്കാണ്, അപ്പോൾ മുതൽ അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും 24 മണിക്കൂറൊന്നും പോകേണ്ടി വന്നില്ല. അതിനുള്ളിൽ തന്നെ ഈ സംഘത്തെ പോലീസ് പിടികൂടുകയും ചെയ്തു. എന്തായാലും നടക്കുന്ന ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി യുവ.